Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. ഒരു മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം. ജോയിൻ ചെയ്യണവരൊക്കെ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, 32 പേരുണ്ട്. ഇനി ആരും ഉണ്ടാവില്ല എന്ന് തോന്നണല്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയാ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? എടുത്തതില് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് എടുത്തതില് ഡൗട്ട് ഒന്നുമില്ലല്ലോ? എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ? Yes, ma'am. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. അതിന്റെ നമ്മൾ കുറച്ചെടുത്തായിരുന്നു, ഒരു 5-8 പോയിന്റ് എടുത്ത് ഇല്ലേ? പകുതിയോളം എടുത്തില്ലേ നമ്മള്? ഒന്നുകൂടിയും പറയാ, ആ പോയിന്റ് തന്നെ നമുക്ക് ഒന്നും കൂടിയും പറയാം എന്തൊക്കെ വേണമെന്ന്. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, അതേ ഹോസ്പിറ്റലിൽ തന്നെ, അതേ സൗകര്യത്തിനുള്ളില് വേറൊരു യൂണിറ്റിലോട്ട് അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് മാറ്റണതാണ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. അതേ ഫെസിലിറ്റി ഉള്ള, സെയിം ഫെസിലിറ്റി ഉള്ള യൂണിറ്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, വേറെ ഹോസ്പിറ്റൽ അല്ല. എപ്പോഴും വേണം ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, അതേ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലോട്ടാണ്, അതേ സൗകര്യത്തിനുള്ളിലോട്ടാണ് മാറ്റണത്. പക്ഷെ എന്താ, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, വേറെ ബിൽഡിംഗ് ആയിരിക്കും. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നുള്ളത് നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പഠിച്ചു. ഇനി നമുക്ക് അതൊന്നും കൂടി നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് പറഞ്ഞത് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റൽ, അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ എന്ത് വേണം? ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഡോക്ടറെ ഓർഡർ വേണം. ഫസ്റ്റ് വേണ്ടത് ഡോക്ടേഴ്സ് ഓർഡർ. എന്തിനാ? ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. അതെങ്ങനെയായിരിക്കണം ആ ഓർഡർ? റിട്ടൺ ഡിക്ലെയർ ചെയ്ത് എഴുതി തയ്യാറാക്കിയത് വേണം. എങ്ങനെ വേണം? ആ ഓർഡർ വെറുതെ പാക്കാല പറഞ്ഞാൽ പോരാ, എഴുതി തയ്യാറാക്കിയ റിട്ടൺ ഡിക്ലറേഷൻ ആയിരിക്കണം. അതാണ് ഒന്നാമത് പറഞ്ഞത്. പിന്നെന്താ രണ്ടാമത് പറഞ്ഞേ? എന്താ പറഞ്ഞേ? റിലീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ഫ്രീ ഫ്രം ആൻസൈറ്റി, പേഷ്യന്റിന് എന്തെങ്കിലും ഉത്കണ്ഠ, എന്തായിരിക്കും അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം, അങ്ങനെ എന്തെങ്കിലും ഉത്കണ്ഠ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മള് പേഷ്യന്റിനെ മുക്താക്കണം. ആ ഉത്കണ്ഠയിൽ നിന്ന് മുക്തമാക്കാൻ രോഗിനെയോ ബന്ധുവിനെയോ നമ്മൾ എന്ത് ചെയ്യണം? വാർഡ് സിസ്റ്ററോട് പറയാം. വാർഡ് സിസ്റ്ററോട് പറയണം. നമ്മൾ എന്ത് പറയണം? ഈ പേഷ്യന്റിന് കുറച്ച് അറിയിക്കണം. നമ്മൾ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, ഈ പേഷ്യന്റിന് അപ്പുറത്തെ റൂമിലേക്ക് പോണേല് ടെൻഷൻ ഉണ്ട്, അപ്പൊ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആൻസൈറ്റിയിൽ നിന്ന് അവരെ ഫ്രീ ആക്കാം. അവരെ ആൻസൈറ്റിയിൽ നിന്ന് ഫ്രീ ആക്കാം. എന്തെങ്കിലും ഉത്കണ്ഠൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീ ആക്കിയിട്ട് വേണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ. പിന്നെന്താ? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ. നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രോഗിയെ നമ്മൾ മാറ്റിയ ആ വാർഡ്, രോഗിയെ മാറ്റി കഴിഞ്ഞാൽ നമ്മൾ വാർഡ് സിസ്റ്റർ അറിയിക്കണം. പ്രധാനമായിട്ടും അവരുടെ കാര്യങ്ങൾ, പേഷ്യൻസിന്റെ കാര്യങ്ങൾ ഇന്റിമേറ്റ് അറിയിക്കണം. വാർഡ് സിസ്റ്റർ. പേഷ്യന്റ് ട്രാൻസ്ഫർ, നമ്മള് പേഷ്യന്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്
എന്നറിയിക്കണം, വിളിച്ചു പറയണം. ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല വിളിച്ചു പറയേണ്ടത്. ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എവിടേക്കാണോ, ഏത് യൂണിറ്റിലോട്ടാണോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടേക്ക് വിളിച്ചു പറയണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. വാർഡ് സിസ്റ്ററെ അറിയിക്കണം പേഷ്യന്റിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്ന്. ചെക്ക് ദ ചാർട്ട്, കംപ്ലീറ്റ് റെക്കോർഡിംഗ്, സൈൻ, നഴ്സിംഗ് കെയർ, ട്രീറ്റ്മെന്റ്. നമ്മൾ വീണ്ടും എന്ത് വേണം? ചാർട്ടൊക്കെ ചെക്ക് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? റെക്കോർഡിംഗ് എന്തൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അതിലുള്ള വെക്കേണ്ട സാധനങ്ങള്, നഴ്സിംഗ് കെയർ, ട്രീറ്റ്മെന്റ് കൊടുത്തത്, പിന്നെ ഇമ്പോർട്ടന്റ് പ്രധാന അടയാളങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോവാത്ത രീതിയിൽ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ചാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ദ ചാർട്ട്, കംപ്ലീറ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ആ റെക്കോർഡിൽ ഇമ്പോർട്ടന്റ് സൈൻ ഉണ്ടായിരിക്കണം. സയൻസ് എന്ന് വെച്ചാൽ എന്താ? പ്രധാനപ്പെട്ട അടയാളങ്ങൾ. ആ പേഷ്യന്റിന്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്തണം. നഴ്സിംഗ് കെയർ, ട്രീറ്റ്മെന്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെന്താ പറഞ്ഞേ? പേഷ്യന്റിന്റെ എക്സ്റേ, മെഡിസിൻ, അതുപോലെ തന്നെ അവരുടെ വസ്തുക്കള്, അവരുടേതായ പേഷ്യൻസിന്റേതായ സാധനങ്ങള് എല്ലാം കറക്റ്റ് ആയിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ, കൊണ്ടുപോകാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റൽ ഡയറ്റ് ട്രാൻസ്ഫർ, ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. ആ പേഷ്യന്റിന് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ, ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഡയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ന്യൂ വാർഡിൽ പോവുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ ന്യൂ വാർഡിലോട്ട് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ ആ ന്യൂ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യണം? അവരെ വിളിച്ച് അറിയിക്കണം. എന്തെന്നാ ഹോസ്പിറ്റൽ ഡയറ്റ് നിർത്തുകയോ അല്ലാതെ രോഗി പോകുന്ന പുതിയ വാർഡിലോട്ടോ നമ്മള് മാറ്റണം. അതാ പറഞ്ഞത് കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ. എവിടക്ക? ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. പേഷ്യന്റ് എവിടക്ക് പോണതാണോ, ഏത് വാർഡിലേക്കാണോ പേഷ്യന്റ് പോണേ അവിടെ എന്തെങ്കിലും ഡയറ്റിന്റെ കാര്യം, ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇത്രയും നേരം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ രോഗി പോകുന്ന പുതിയ വാർഡിലോട്ട് നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു വെക്കണം. ഓക്കെ. എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗാദർ അതർ ബിലോങ്സ്. എന്താ? നമ്മൾ രോഗിയുടെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കുകയാണ്. ഗോൾഡ്, അങ്ങനെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനം, അങ്ങനെ അതൊക്കെ സഹായിക്കുമ്പോ നമ്മൾ എയ്ഡ് ചെയ്യണം, അവരെ സഹായിക്കണം. റിലേറ്റീവ്സിനെ കൂടെ നിന്ന് നമ്മള് സഹായിക്കണം. അവരെ അതർ ബിലോങ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അവരെ വസ്തുക്കളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോ നമ്മൾ അവരെ കൂടെ നിന്ന് എന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാവരും ഇല്ലേ അവിടെ? ഓക്കെ. ഇത് എടുത്തത് കൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽ, അത് നമ്മൾ പറഞ്ഞ നമ്മൾ എവിടെ വെച്ചാ നിർത്തിയെന്നറിയോ? എവിടെ വെച്ചാ നിർത്തിയത്? ഓക്കെ. നമ്മൾ പിന്നെ എന്താ പറഞ്ഞേ? മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് എന്ന് വെച്ചാല് ആ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് പോകുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ആ ഭാഗത്തുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. 9 പോയിന്റ് 9 പോയിന്റ്. ഓക്കെ. അപ്പൊ നമ്മള് പേഷ്യന്റിന്റെ ബില്ല് അടപ്പിക്കണം. പേ ഓഫ് ഡ്യൂ ബിൽസ്. പേഷ്യന്റിന് ആ വാർഡിൽ കിടന്നിട്ട് എന്തെല്ലാം ബില്ലുകൾ അടയ്ക്കാനുണ്ട്. ചിലപ്പോ എക്സ്റേ എടുത്തതിന്റെ ബില്ലടിച്ച് കാണൂല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ ബില്ലടിച്ച് കാണൂല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുവരെ ആ ഹോസ്പിറ്റലിൽ എല്ലാ പേഷ്യന്റ് ആ വാർഡിൽ കിടന്നത് അതിന്റെ അടക്കം റെന്റ് എല്ലാത്തിന്റെയും ബില്ല് കറക്റ്റ് അടപ്പിക്കണം. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. എന്താ പറഞ്ഞേ? നമ്മള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. ആ സമയത്ത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ, പേഷ്യന്റിന്റെ കണ്ടീഷൻ നമ്മൾ നോക്കണം, ജനറൽ കണ്ടീഷൻ. എന്നിട്ട് വേണം ആ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. മോഡ് ഓഫ് ട്രാൻസ്ഫർ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യണത്? ചില പേഷ്യന്റിന് സ്ട്രക്ചർ വേണ്ടി വരും, ചില പേഷ്യന്റിന് വീൽ ചെയർ മതിയാവും, ചില പേഷ്യന്റിന് വീൽ ചെയറും വേണ്ട സ്ട്രക്ചറും വേണ്ട, ചുമ്മാ നടന്നാൽ മതിയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്ഫർ പേഷ്യന്റിന് എങ്ങനെയാണ് പോകേണ്ടത്? അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്, അപ്പുറത്തെ യൂണിറ്റിലോട്ടാണെങ്കിലും പേഷ്യന്റ് പോണം. അപ്പൊ ആ പേഷ്യന്റിന് നമ്മൾ എങ്ങനെയാണ് കൈമാറ്റം ചെയ്യണേന്ന് നമ്മൾ നോക്കണം.
അത് കറക്റ്റ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം നമ്മൾ, റെക്കോർഡ് ടൈം. അപ്പൊ അതിന്റെ ടൈം, പേഷ്യന്റ് അവിടെ ഇറങ്ങുന്ന ടൈമും, പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ന്യൂ വാർഡിൽ നിന്ന് ഓൾഡ് വാർഡിൽ നിന്ന് ന്യൂ വാർഡിലേക്ക് പേഷ്യന്റ് പോകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ടൈം, ഇറങ്ങുന്ന ടൈം റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ, എങ്ങനെയാണ് പേഷ്യന്റ് പോണത്, പേഷ്യന്റ് എങ്ങനെ പോണേ, വീൽ ചെയറിനാണോ സ്ട്രക്ചറിനാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ പിന്നെന്താ രേഖപ്പെടുത്തണ്ടേ? പേഷ്യന്റിന്റെ കണ്ടീഷൻ, ജനറൽ കണ്ടീഷൻ, ആ സമയത്ത് പേഷ്യന്റ് പോണ സമയത്ത് പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണോ എന്ന് കറക്റ്റ് രേഖപ്പെടുത്തണം, റെക്കോർഡ് ചെയ്യണം. അതാണ് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് എന്താ? assisting transferring risk patients to wheelchair structure and going along with the patients to the new area. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു പേഷ്യൻസിന് മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പേഷ്യന്റിന് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി കൊടുക്കുക. അതെന്താ? അസിസ്റ്റ് ചെയ്യണം. റിസ്ക് പേഷ്യൻസ്, അപകടമുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, അപ്പൊ ആ പേഷ്യൻസിന് നടക്കാൻ പറ്റില്ല, ചിലപ്പോ ഇരിക്കാൻ കൂടി പറ്റില്ല, കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ള പേഷ്യന്റിന് സ്ട്രക്ചർ റെഡിയാക്കാം, ഇരിക്കുന്ന പേഷ്യൻസിന് വീൽ ചെയർ റെഡിയാക്കാം. അലോങ് വിത്ത് ദ പേഷ്യൻസ് ന്യൂ ഏരിയ, നമ്മൾ പുതിയ ഏരിയയിലോട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാ, അപകടം നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ആദ്യം തന്നെ പേഷ്യൻസ് പോണ ടൈം റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണ് പേഷ്യൻസ് പോണത്, മോഡ് ഓഫ് ട്രാൻസ്ഫർ എങ്ങനെയാണ് പോണത് എന്നുള്ള കാര്യങ്ങള് നമ്മൾ കറക്റ്റ് അന്വേഷിച്ചറിയണം. പിന്നെന്താ? അസിസ്റ്റ് ചെയ്യാ, എന്തിനാ? ട്രാൻസ്ഫർ, റിസ്ക് പേഷ്യന്റ്, അപകടമുള്ള പേഷ്യൻസിനെ നമ്മൾ വീൽ ചെയറിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കയറ്റുമ്പോ നമ്മളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാം. പേഷ്യൻസിനെ കൂടെ നിൽക്കുക, അവരെ പിടിച്ചു കയറ്റുക, അവരെ കൂടെ എല്ലാത്തിനും അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്ത് നമ്മൾ ആ പേഷ്യൻസിനെ കയറ്റാം. എന്നിട്ടാ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ന്യൂ ഏരിയ, അങ്ങനെ ആ പേഷ്യൻസിനെ പുതിയ ഏരിയയിലോട്ട് കൊണ്ടുപോകണം. അതാണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ് എന്താ? ഡെലിവർ പേഷ്യൻസ് ഡോക്യുമെന്റ്സ് ബിലോങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ. നമ്മള് പറഞ്ഞു പേഷ്യൻസിന് പോകുമ്പോ പേഷ്യൻസിന്റെ റെക്കോർഡ്, പേഷ്യൻസിന്റെ ബിലോങ്സ് എന്ന് വെച്ചാൽ വിലപിടിപ്പുള്ളതൊക്കെ ഉണ്ടാവും, പേഷ്യൻസിന് ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡെലിവറി പേഷ്യൻസിന് അവിടെ കൊണ്ടുവന്നാക്കുമ്പോ അവരോട് എഴുതി നമ്മൾ തയ്യാറാക്കി റെക്കോർഡ് ബുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവരോട് എന്ത് ചെയ്യണം? ഓറലി ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ നമ്മൾ അത് പറയണം, വായ തുറന്ന് നമ്മൾ പറയണം. ഇവരുടെ സാധനങ്ങളൊക്കെ ഇതിലുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്, ഇവരൊക്കെ ഇത്രയും സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓറലി പറയണം. ആരോട്? ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ, അവിടുത്തെ ഇൻചാർജ് ആരാണോ അവരോട് പറയണം. ഓക്കേണോ? മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ. അപ്പം നമ്മളിപ്പോ ഇനി പഠിച്ചത് 2 പോയിന്റ് ആണ് ഇപ്പൊ പഠിച്ചേ. ഒന്നാമത്തെ അസിസ്റ്റ് ചെയ്യാ, നമ്മൾ അസിസ്റ്റ് ചെയ്യാ, സഹായിക്കുക. അപകടം നിറഞ്ഞ പേഷ്യന്റിനെ വീൽ ചെയറിൽ കാക്കാനും സ്ട്രക്ചറിൽ കാക്കാനും, എന്നിട്ട് അവരെ ന്യൂ ഏരിയയിൽ കൊണ്ടുവന്നാക്കാം. നമ്മൾ പോവരുത്, നമ്മൾ അവരെ കൂടെ തന്നെ നിൽക്കുക. അവര് ന്യൂ ഏരിയയെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പോരരുത്. അതിന്റെ നടപടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂ ഏരിയയെ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഡെലിവർ പേഷ്യൻസ് ഡോക്യുമെന്റ്, പേഷ്യൻസിന്റെ ഡോക്യുമെന്റ്, അതർ ബിലോങ്സ്, അവരെല്ലാ സാധനങ്ങളും, ഇത്രയും സാധനങ്ങൾ പേഷ്യൻസിന് ഉണ്ട് എന്ന് പുതിയ സിസ്റ്ററോട്, പുതിയ വാർഡിലെ പുതിയ സിസ്റ്ററോട് നമ്മൾ വാക്കാലേ പറയണം. ഓറലി റിപ്പോർട്ടഡ്. എന്താ? ഓറലി റിപ്പോർട്ടഡ്. ആരോടാ? ഇൻ ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ, ആ വാർഡിലെ ഇൻചാർജായ നഴ്സിനോടും സിസ്റ്ററിനോടും. നെക്സ്റ്റ് എന്താ? ഗാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. നമ്മൾ ആ പേഷ്യന്റിന് അവിടെ ചെന്നു, അവിടെ നമ്മള് ഗാദർ ദ വാർഡ് ആർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കാം. വാർഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താ? വാർഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ നമ്മള് ഇത് പെടും. സ്ക്രീൻ ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലിലും വാർഡായാലും റൂമായാലും സ്ക്രീൻ ഉണ്ടാവും. എന്തിനാ? നമ്മൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇപ്പൊ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ സ്ക്രീൻ നിങ്ങൾ മറ വെച്ചാൽ സ്ക്രീൻ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ സ്ക്രീൻ ഒരു വാർഡ് ആർട്ടിക്കിൾ ആണ്. പിന്നെന്താ? ഒരു കഫക്കെട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ സ്പുട്ടം കപ്പ് ഉണ്ട്, സ്പുട്ടം കപ്പ്.
അല്ലെങ്കിൽ ആ പേഷ്യന്റിന് എപ്പോഴും ഇങ്ങനെ കഫം വോമിറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ തുപ്പാനായിട്ട് തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് ഒരു സ്കുപ്പൻ കഫ് കൊടുക്കും. അതും വാർഡ് ആർട്ടിക്കിൾസിൽ പെട്ടതാണ്. പിന്നുള്ളത് ഏതാ? വാർഡ് ആർട്ടിക്കിൾസ്. പിന്നുള്ളത് യൂറിനൽ. യൂറിനൽ എന്തിനാ? ചിലവർക്ക് ബാത്റൂമിൽ പോയി യൂറിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ യൂറിനൽ വെച്ചുകൊടുക്കും. അപ്പൊ അതൊക്കെ പുതിയ വാർഡിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതൊക്കെ പുതിയ വാർഡിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? വാർഡില് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം? അപകട പേഷ്യൻസിനെ സ്ട്രക്ചറിലും വീൽചെയറിലും കൊണ്ടുപോയിട്ട് നമ്മൾ അവിടുത്തെ ന്യൂ ഏരിയ സിസ്റ്ററിനോട് പറയും. പിന്നെ അതിനോടൊപ്പം തന്നെ ഡോക്യുമെന്റ്സ്, ബിലോങ്സ് ആൻഡ് റിപ്പോർട്ട് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഓറലി നമ്മൾ ഇൻചാർജ് നഴ്സിനോട് പറയാ, വാക്കാലേ പറയാ. പിന്നെന്താ പറഞ്ഞേ? ഗാദർ ടു ദ വാർഡ്സ് ആർട്ടിക്കിൾസ്. ഗാദർ അവിടെ നമ്മൾ ശേഖരിച്ചു വെക്കാം, കളക്ട് ചെയ്ത് വെക്കാം. എന്തിനാ? വാർഡ് ആർട്ടിക്കിൾസ്. ഈ പറഞ്ഞ പോലെ സ്പുട്ടം, യൂറിയല്, അങ്ങനെ എന്തെങ്കിലും പേഷ്യൻസിന് ആവശ്യമായ എന്തെങ്കിലും എക്യുപ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ ശേഖരിച്ചു വെക്കാം. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം റിസീവിംഗ് നഴ്സ്. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഓഫ് ഫോർ ട്രാൻസ്പോർട്ട്. നമ്മൾ വിലയിരുത്തണം. എന്തെന്നാ വിലയിരുത്തണ്ടേ? മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്. ഈ പേഷ്യന്റിനെ എങ്ങനെയാണ് നമ്മള് അപ്പുറത്തെ വാർഡിലോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോയിട്ട് പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യാ? ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. നഴ്സിനെ ഇൻഫോം ചെയ്യാണ്. നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോ തന്നെ പേഷ്യന്റിനോട് വിളിച്ചു പറയൂ, ഞങ്ങൾ ഇത്രയും ഞങ്ങൾ പേഷ്യന്റിനെ കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാലല്ലേ അവർക്ക് അവിടെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അത് വിളിച്ചു പറയണം. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്. ഏതിനാണോ വന്നത്, എങ്ങനെയാണോ അവർ വരുന്നത്, ഒരു അറ്റൻഡർ വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതും വിളിച്ചു പറയണം. അപ്പൊ എന്താ പറഞ്ഞേ? ഡെലിവർ, ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്. ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. എങ്ങനെയാണ് അവര് ട്രാൻസ്പോർട്ടിന് പോണേ എന്നുള്ളത് നഴ്സിനെ വിളിച്ച് ഇൻഫോം ചെയ്യാം. പിന്നെന്താ? മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. എന്താ? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാം. എന്ത് കൊണ്ടുപോകണം? എങ്ങനെ? പേഷ്യൻസിന്റെ ഫിസിക്കൽ വെൽഫെയർ എന്ന് വെച്ചാല് ശാരീരികമായ ക്ഷേമം. ശാരീരികമായ ക്ഷേമം എങ്ങനെയാണ് പേഷ്യന്റിനുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. എന്നിട്ടോ എങ്ങനത്തോ? പേഷ്യന്റ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. എന്നിട്ട് നമ്മൾ വിലയിരുത്തി അവർക്ക് ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുക. അതിനൊക്കെ വിലയിരുത്തിയതിനു ശേഷം ടു ദ ഇവിടെ കൊണ്ടുപോകും. എവിടെ കൊണ്ടുപോകും? ട്രാൻസ്പോർട്ട് ന്യൂറോ അസിസ്റ്റന്റ് ട്രാൻസ്ഫറിങ് ടു ബെഡ്. അപ്പൊ എന്താ പറഞ്ഞേ? നമ്മൾ എവിടം വരെ പറഞ്ഞു നിർത്തി? വിട്ടുപോയല്ലോ. എവിടം വരെ പറഞ്ഞേ? ഒരാളൊന്ന് പറഞ്ഞേ. Maintain. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരൊക്കെ ഉറങ്ങുന്നുണ്ട്? ഉറങ്ങിയിരുന്ന ആരൊക്കെ കാണുന്നുണ്ട്? ആരില്ല. എല്ലാവരും ഇരുന്ന് കാണണേ. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താ മെയിൻറ്റെയിൻ ചെയ്യാം? പേഷ്യൻസിന്റെ ഫിസിക്കൽ വെൽഫെയർ. ഫിസിക്കൽ ശാരീരികമായ ക്ഷേമം. പേഷ്യൻസിന്റെ ശാരീരികമായ ഫിസിക്കൽ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യാം. ട്രാൻസ്പോർട്ട് ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. എന്നിട്ട് നമ്മള് ആ പേഷ്യന്റിനെ കൈമാറ്റം ചെയ്യാണ് പുതിയ നഴ്സിംഗ് യൂണിറ്റിലോട്ട്. പിന്നെന്താ? പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. നമ്മൾ അവർക്ക് കൊടുക്കണം. എന്തെന്നാ കൊടുക്കണേ? ഓറൽ റിപ്പോർട്ട്, വാക്കാലുള്ള റിപ്പോർട്ട്. എന്തിനെ കുറിച്ചാ? അബൌട്ട് പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ്. ഒന്നുകൂടി പറയാം. പ്രൊവൈഡ് ചെയ്യണം നമ്മൾ. എന്താ പ്രൊവൈഡ് ചെയ്യണ്ടേ? ഓറൽ റിപ്പോർട്ട്. പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ്. പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഒന്ന് വായിച്ചു നോക്കിയ ഒരു മിനിറ്റ്.
ഓക്കെ ഓക്കെ, എന്താ പറഞ്ഞേ? നമ്മൾ പ്രൊവൈഡ് ചെയ്യാം, ഓറൽ റിപ്പോർട്ട് കൊടുക്കണം. ഓറൽ റിപ്പോർട്ട് കൊടുക്കണം. എന്തിനാ? പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് ആ റിസീവ് ചെയ്യണ നഴ്സിന് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ഇവിടുന്ന് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ട്, പേഷ്യന്റ് ഭയങ്കര ടയേർഡാണ്, ഭക്ഷണമൊന്നും കഴിക്കില്ല എന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് വാക്കാലേ പറയാ, എന്നിട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാ. പിന്നെന്താ പറഞ്ഞേ? അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ യൂണിറ്റ്. നമ്മൾ പേഷ്യൻസിനെ അവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ അസിസ്റ്റ് ചെയ്യണം. നമ്മൾ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടമ തീർന്ന ഇല്ല. നമ്മളൊരു പേഷ്യൻസിനെ കണ്ടു, അവിടെ ഏൽപ്പിച്ചിട്ട് തീരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? പേഷ്യൻസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പേഷ്യൻസിനെ ഇവിടെ എത്തിച്ചു, പേഷ്യൻസിനെ ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസിന്റെ പ്രോബ്ലം, ഇത്ര മണിയാവുമ്പോ പേഷ്യൻസിന് ഇങ്ങനെ ഒരു അസുഖം വരൂ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അസിസ്റ്റ് ചെയ്യാം. പേഷ്യൻസ് അറൈവൽ ടു ദ യൂണിറ്റ്, പുതിയ യൂണിറ്റിലോട്ട് വന്ന പേഷ്യൻസിന് ഇതൊക്കെ അസിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പോർട്ട് ദ പേഷ്യൻസ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്തോടത്തോളം എല്ലാവരും ഒന്ന് വായിക്കും, ഒരു 5 മിനിറ്റ്. ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് വായിക്കും. വായിച്ചാ? എല്ലാവരും വായിച്ചാ? ഓക്കെ, നെക്സ്റ്റ് എന്താ? ക്യാമറ ഒരു 5 മിനിറ്റ് ഓഫ് ഉണ്ടാ, ഇവിടെ ചെറിയൊരു പണിയെടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഏതാ പറഞ്ഞേ? അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ. ഏതാ പറഞ്ഞേ? നമ്മള് പേഷ്യൻസിന്റെ റിപ്പോർട്ട്സ് കണ്ടീഷൻ റിസീവ് ചെയ്യുന്ന യൂണിറ്റിനെ അറിയിച്ചു കൊടുക്കാം. ഓറൽ ആയിട്ട് പറയണം. റിസീവ് ചെയ്യണ പേഷ്യൻസിനെ അവര് റിസീവ് ചെയ്യണം. അപ്പൊ അവരോട് ഓറൽ ആയിട്ട് നമ്മൾ പറയാ, പേഷ്യൻസിനോട് ഓറൽ ആയിട്ട് പറയാ. എന്തെന്നാ? പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങള് പേഷ്യൻസിനോട് ഓറൽ ആയിട്ട് പറയാം. പിന്നെന്താ? മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഈസ് കംപ്ലീറ്റഡ്. അതെന്താ പറഞ്ഞേ? നമ്മള് ഉറപ്പ് വരുത്തണം. നമ്മള് പേഷ്യൻസിനെ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. റിസീവ് ചെയ്യണ നഴ്സിനോട് കറക്റ്റ് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഷുവർ ചെയ്യണം. ഓൾ ഡോക്യുമെന്റേഷൻ, എല്ലാ ഡോക്യുമെന്റേഷനും ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ, നമ്മൾ ആ പേഷ്യൻസിനെ നോക്കിയിട്ടുള്ള കെയർ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനിന്റെ എല്ലാ റിസൾട്ട്സുകളും നമ്മളെല്ലാ ഡോക്യുമെന്റ്സും ഇൻക്ലൂഡ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, കംപ്ലീറ്റ് ആക്കി നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. മേക്ക് ഇറ്റ് ഷുവർ. കാരണം ഇവിടുന്ന് പോയ പേഷ്യന്റ് പിന്നെ നമുക്ക് തിരിച്ചു വരില്ല. ഓക്കെ, നമ്മൾ ആ പേഷ്യന്റിന് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടു, വേറെ വാർഡിലോട്ട് വേറെ യൂണിറ്റിലോട്ട് വിട്ടു. ഇനി ആ പേഷ്യന്റിന്റെ ഒരു സാധനവും എവിടെ ഉണ്ടാവാൻ പാടില്ല? ആ വാർഡിൽ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ? 5 മിനിറ്റ് തന്നെ കണ്ടില്ല എന്ന് വിചാരിച്ച്? ഇല്ല മാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് നമ്മള് പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്താം. നമ്മൾ അവിടത്തെ പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്ന നഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കഴിയുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവണം എല്ലാ ഡോക്യുമെന്റേഷനും വെച്ചിട്ടുണ്ടോ,
കെയർ പ്ലാനിന്റെ ഡീറ്റെയിൽ. കാരണം ഈ കെയർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അവർക്ക് പേഷ്യൻസിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ റിസൾട്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ആ പേഷ്യൻസിനെ കൈമ കുത്തി കാലുമ കുത്തി ബ്ലഡ് ടെസ്റ്റ് എടുത്ത് പിന്നെയും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് പേഷ്യൻസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത് പേഷ്യൻസിനെ കറക്റ്റ് എല്ലാ ഡോക്യുമെന്റേഷനും പേഷ്യൻസിന്റെ ഇതിൽ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. പേഷ്യൻസിന് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് ചെയ്യണം? ഒന്ന് സഹായിക്കാം. അറൈവൽ പേഷ്യന്റ് അവിടെ എത്തി, പുതിയ യൂണിറ്റിൽ എന്തെത്തി? പേഷ്യന്റ് എത്തി. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ അവരെ പറഞ്ഞേൽപ്പിച്ച് ഇങ്ങോട്ട് പോരല്ല, അവരൊന്ന് സഹായിക്കാം. എങ്ങനെ സഹായിക്കണം? പേഷ്യൻസിനോട് പറയാം, നമ്മൾ അവരോട് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പേഷ്യൻസിനോട് പറയാം, ഇങ്ങനെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. എന്താ പറയാ, അസിസ്റ്റ് പേഷ്യൻസിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യൻസിന്റെ എന്താ കണ്ടീഷൻസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് പോരരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കൂടെ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കുക. എന്നിട്ട് അവർക്ക് അവിടെ എന്തെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുക. കാരണം എന്താ? നമ്മുടെ പേഷ്യന്റ് നമ്മുടെ വാർഡിൽ നിന്നിട്ട് നമ്മളെ കൂടെ, നമ്മളായിരുന്നു പേഷ്യൻസിന് പരിചയമുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളുടെ പേഷ്യന്റ് അങ്ങോട്ട് പോവുകയാണ്, പരിചയമുള്ള ആരുമില്ല അവിടെ. ഇവിടെ ഈ പേഷ്യന്റ് ഇവിടെ ഒരാഴ്ച കിടന്നെങ്കിൽ ഈ പേഷ്യന്റിന് ഇവിടെ ഉള്ള പേഷ്യന്റ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും, സ്റ്റാഫായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും, അവിടെ ഉള്ള സിസ്റ്റേഴ്സ് ആയിട്ടൊക്കെ നല്ലൊരു പരിചയപ്പെട്ട് നല്ലൊരു ഇഷ്ടത്തിലായിരിക്കും. പക്ഷെ പുതിയ യൂണിറ്റിലോട്ട് ചെല്ലുമ്പോ അവർക്ക് ടെൻഷനായിരിക്കും. ഈ സിസ്റ്റർ എങ്ങനെയാണ്, ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ കൂട്ടിന് എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പരിചയമുള്ള തിരിച്ച് നമ്മൾ പുതിയ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നാക്കി അപ്പൊ തന്നെ തിരിച്ചു പോരാതെ അവരുടെ കൂടെ ഒരു 5 മിനിറ്റ് അവിടെ ചെലവഴിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടുത്തെ നേഴ്സുമാര്, മറ്റ് നേഴ്സുമാര്, പുതിയ യൂണിറ്റിലെ നേഴ്സുമാര് ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളും അവരുടെ കൂടെ ഒന്ന് അസിസ്റ്റ് ചെയ്യാം. അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. പുതിയ യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്. നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തു, പേഷ്യൻസിനെ അവിടെ എത്തിച്ചു. ന്യൂ റൂം, അവർക്ക് അതെന്താ? പുതിയ റൂമാണ്. അപ്പൊ ട്രാൻസ്ഫറിംഗ് ടു ബെഡ്, ബെഡിലേക്ക് എത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ അവരെ ബെഡിലോട്ട് കിടക്കണ വരെ, അവര് ബെഡിലേക്ക് കിടക്കണ വരെ നമ്മൾ അവിടെ നിൽക്കണം. നമ്മൾ അവരെ ഓരോ കാര്യത്തിലും അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ പറയണത് അസിസ്റ്റ് ചെയ്യാം. എങ്ങനെ അസിസ്റ്റ് ചെയ്യണം? നമ്മൾ അവരുടെ കൂടെ നിന്ന് അവർ ബെഡിലോട്ട് പോണ വരെ, ട്രാൻസ്ഫറിങ് ടു ബെഡ്, ബെഡിലേക്ക് കിടക്കണ വരെ, ബെഡിലേക്ക് എത്തണ വരെ നമ്മൾ അവരുടെ കൂടെ തന്നെ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ നല്ലൊരു സന്തോഷത്തോടാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചു പോരാൻ. എക്സ്ചേഞ്ച് ദ ബിലോങ്സ് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് അവർക്ക് കൊടുക്കും. ആർക്കാ? അവിടെ ഉള്ള വാർഡ് ഇൻചാർജ് ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. പേഷ്യൻസിന്റെ ബിലോങ്സ് എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ ഉണ്ടായിരുന്ന വസ്തുക്കള്, അവരുടെ സാധനങ്ങള്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ് എല്ലാം നമ്മൾ ആർക്ക് കൊടുത്തു? പുതിയ വാർഡിലെ സിസ്റ്റർക്ക് കൊടുത്തു. ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് അഡ്മിഷൻ പ്രൊസീജിയർ. അതെല്ലാം കഴിഞ്ഞു നമ്മൾ പോയി, നമ്മൾ നമ്മളുടെ പഴയ വാർഡിലോട്ട് പോയി. പിന്നെ പേഷ്യന്റും പുതിയ വാർഡും. ആ പുതിയ വാർഡില് അവിടുത്തെ എങ്ങനെയായിരിക്കും? ആ പേഷ്യന്റ് പുതിയ പേഷ്യന്റ് ആയിരിക്കും, ന്യൂ അഡ്മിഷൻ അല്ലേ? ആ വാർഡില് ന്യൂ അഡ്മിഷൻ ആണ് ആ പേഷ്യന്റ്. നമ്മളുടെ വാർഡിൽ കിടന്നിരുന്നപ്പോ പേഷ്യന്റ് വേറെ വാർഡിലേക്ക് പോയപ്പോ ന്യൂ അഡ്മിഷൻ ആണ്. അപ്പൊ ന്യൂ അഡ്മിഷൻ ആണെങ്കിൽ ആ പേഷ്യന്റിന് എങ്ങനെയാണ്? ആ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ഫസ്റ്റ് അഡ്മിഷൻ സമയത്ത് എങ്ങനെയാണോ അതിന്റെ പ്രൊസീജിയർ തയ്യാറാക്കിയത് അതുപോലെ തന്നെ വേണം ന്യൂ യൂണിറ്റില് പേഷ്യന്റിന്റെ പ്രൊസീജിയർ തയ്യാറാക്കാൻ. ഓക്കെ, അതേപോലെ തന്നെ പേഷ്യന്റ് ഫസ്റ്റ് ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ സമയത്ത് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ വേണം ന്യൂ യൂണിറ്റിൽ എത്തിയ പേഷ്യന്റിന്റെ അഡ്മിഷൻ കാര്യങ്ങള് റെഡിയാക്കാൻ. കാരണം പുതിയ യൂണിറ്റിൽ പേഷ്യന്റ് പുതിയതല്ലേ, മെഡിക്കൽ റെക്കോർഡൊക്കെ പഴയതാണ്, അതേപോലെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷേ പേഷ്യന്റിന് പുതിയ ചാർട്ട് എടുക്കും. ഇവിടെ പുതിയ നഴ്സുമാരാണ്, അവിടെ നഴ്സുമാരുടെ ചാർട്ട് ഉണ്ടായി.
ഇവിടെ എന്ത് നഴ്സുമാർക്ക് പുതിയ ചാർട്ട്, പുതിയ നഴ്സുമാര് രാവിലെ പ്രഷർ നോക്കും, BP നോക്കും, പിന്നെന്താ പൾസ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, അത് ചാർട്ടിൽ രേഖപ്പെടുത്തും. പഴയ ചാർട്ടിൽ രേഖപ്പെടുത്തില്ല, പുതിയത്. അപ്പൊ അഡ്മിഷൻ ടൈമിൽ എങ്ങനെയാണോ പ്രൊസീജിയർ ഉണ്ടായത് അതുപോലെ തന്നെ പ്രൊസീജിയർ ആയിരിക്കും ഈ ന്യൂ യൂണിറ്റിൽ വന്നാൽ. അതാണ് ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈ സിമിലർ ടു ദാറ്റ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ. പിന്നെന്താ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പഴയ വാർഡിലേക്കാ പോണത്. ക്ലീൻ ദ യൂണിറ്റ് വേർ ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ആൻഡ് കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ്. എന്ന് വെച്ചാൽ എന്താ, നമ്മള് പേഷ്യന്റ് പഴയ വാർഡിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എന്താ, പേഷ്യന്റ് പോയ റൂം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കേ. അപ്പൊ നമ്മൾ എന്ത് വേണം, അത് ക്ലീൻ ചെയ്യിപ്പിക്കുക. ക്ലീൻ ദ യൂണിറ്റ് വേർ ദ പേഷ്യന്റ് അഡ്മിറ്റ് കിടന്ന പേഷ്യന്റ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാം. എന്നിട്ട് എന്ത് വേണം, കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ്. നമ്മൾ റെഡിയാക്കിയിട, അടുത്ത പേഷ്യന്റ് വരും. ഓക്കെ, എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ റെഡിയാക്കിയിട, കീപ് റെഡി ഫോർ ദ നെക്സ്റ്റ് പേഷ്യന്റ് ആഫ്റ്റർ ട്രാൻസ്ഫറിങ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായ ഈ പോയിന്റുകളൊക്കെ? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിട്ട, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. 4th പോയിന്റ് പറയൂ. 14th പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? എത്രാമത് വരൂ? 14th പോയിന്റ് എന്ന് പറയുന്നത് ഏതാ? ലാസ്റ്റ് എക്സ്ചേഞ്ച് ദ ബിലോങ്സ് ആണോ, അതോ ഇൻ ദ യൂണിറ്റ് ആണോ, ക്ലീൻ ദ യൂണിറ്റ് ആണോ, ഏതാ? മെയിൻറ്റെയിൻ. ഓക്കെ പറയാ മെയിൻറ്റെയിൻ അല്ലേ? എന്താ പറഞ്ഞ, മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. നമ്മളെന്താ, പേഷ്യന്റിനെ നമ്മള് പുതിയ നഴ്സിംഗ് യൂണിറ്റിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പേഷ്യന്റിന്റെ ഫിസിക്കൽ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ ഫിസിക്കൽ വെൽഫെയർ? അതിന്റെ ക്ഷേമം. പേഷ്യന്റിന്റെ എന്താണ് നമ്മൾ വെൽഫെയർ നോക്കുന്നത്? പേഷ്യന്റിന്റെ ക്ഷേമം, ശാരീരികമായ ക്ഷേമം. എന്താ ശാരീരിക ക്ഷേമം എന്ന് വെച്ചാൽ നമ്മൾ ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് യൂണിവേഴ്സിറ്റി പുതിയ യൂണിറ്റിലേക്ക് കൊണ്ടുപോകും. ആ പേഷ്യന്റിന്റെ ശാരീരിക ക്ഷേമം എന്ന് വെച്ചാൽ ചില പേഷ്യൻസിന് ഇരിക്കാൻ പറ്റുണ്ടാവില്ല, ചില പേഷ്യൻസിന് നടക്കാൻ പറ്റില്ല, ചില പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ ഡിസബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ ശാരീരിക ക്ഷേമം, അവർക്ക് എങ്ങനെയാണ് ശാരീരിക ക്ഷേമം നമ്മൾ കറക്റ്റ് നോക്കണം. അത് മെയിൻറ്റെയിൻ ചെയ്ത് വേണം പോവാൻ. അതുപോലെ വേണം പേഷ്യൻസിനെ നമ്മള് പുതിയ യൂണിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ഓക്കെ, അത് മനസ്സിലായ? ഫിസിക്കൽ വെൽഫെയർ, പേഷ്യൻസിന്റെ ഫിസിക്കൽ വെൽഫെയർ നമ്മൾ എങ്ങനെയാണോ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് കൊണ്ടുപോകണം. ചിലവര് ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും, ചിലവർക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും, ചിലർക്ക് വടി വേണമായിരിക്കും നടക്കാർക്ക്. നമ്മൾ വീൽ ചെയർ സ്ട്രക്ചർ ആയാലും അവര് ഓൾറെഡി ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് അങ്ങനെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം പുതിയ യൂണിറ്റിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടാ? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കുമ്പോ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ,
വായിച്ചെല്ലാവരും? ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? എല്ലാവർക്കും കിട്ടുന്നുണ്ടാ? മനസ്സിലാവുന്നുണ്ടാ? സിമ്പിൾ അല്ലേ? പറഞ്ഞത് തന്നെ പിന്നെ വരുന്നുള്ളൂ. റിപ്പീറ്റ് ആയിട്ടാ വരുന്നത്, പുതിയതായിട്ടൊന്നും വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് എന്താ? എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. എക്യുപ്മെന്റ് നമ്മൾ ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പറഞ്ഞത് തന്നെ ഉള്ളൂ, അതിലും പുതിയതായിട്ടൊന്നുമില്ല. പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെല്ലാം എക്യുപ്മെന്റ് ആവശ്യമുള്ളൂ? എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്മൾ പറഞ്ഞു, സ്ട്രക്ചർ വേണം, വീൽ ചെയർ വേണം. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് പറയണേ. അതിൽ കൂടി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ. പിന്നെന്താ? ഐഡന്റിഫിക്കേഷൻ ലേബൽ. ലേബൽ എന്ന് വെച്ചാൽ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കാർഡ്, പേഷ്യൻസിന്റെ ഇന്ന ഹോസ്പിറ്റലിലാണ് ആ പേഷ്യന്റ് കിടക്കണേ. അപ്പൊ അതിന്റെ നമുക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് OP ചാർട്ട് പോലെ ഒരു ചാർട്ട് തരും. അത് ചില ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്താ കഴുത്തിൽ കൂടി ഇട്ടുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിലാണ് ഈ പേഷ്യന്റ് എവിടെ പോയാലും പേഷ്യൻസിന് അറിയാൻ പറ്റും. എന്താ? ഇത് ഇന്ന ഹോസ്പിറ്റലിലെ പേഷ്യൻസാ, ഇന്ന ഹോസ്പിറ്റലിലെ ലേബൽ ഉണ്ട് ആ പേഷ്യൻസിന്റെ കയ്യുമ്മ അല്ലെങ്കിൽ കഴുത്തിലുണ്ട്, അങ്ങനെ അറിയാൻ പറ്റും. അപ്പൊ അത് വലിയ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. നമ്മൾ ചെല്ലുമ്പോ തന്നെ ആ ഹോസ്പിറ്റലിലെ പേഷ്യന്റ് അഡ്മിറ്റ് ആവുമ്പോ തന്നെ നമ്മുടെ കയ്യുമ്മ അല്ലെങ്കിൽ കഴുത്തിലൊരു നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ലേബൽ കിട്ടും. അതാ പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ലേബൽസ്. പിന്നെന്താ? പേഷ്യൻസ് ബിലോങ്സ് എന്ന് വെച്ചാൽ എന്താ? രോഗിയുടെ സാധനങ്ങൾ. നമ്മൾ ഈ രോഗിയുടെ പേഷ്യൻസിന് എല്ലാ സാധനങ്ങളും കൊണ്ടുപോവുകയാണ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അതൊക്കെ ആവശ്യമാണ്. നമ്മള് എക്യുപ്മെന്റ് എന്നല്ല പറയണത്, പേഷ്യൻസിന്റെ സാധനങ്ങൾ കൊണ്ടുപോവാനായിട്ട് നമ്മൾ എല്ലാവരും കൊണ്ടുപോകൂലേ പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോ. പിന്നെന്താ? എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ഫയൽ. നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ളത് ഇതെന്തൊക്കെ വേണം? എക്സ്റേ, അതിന്റെ ബ്ലഡ് റിസൾട്ട്സ്, യൂറിൻ റിസൾട്ട്സ്, പേഷ്യൻസിന്റെ റെക്കോർഡ് ഫയൽ, അതൊക്കെ നമ്മൾ കൊണ്ടുപോകും ട്രാൻസ്ഫർ ചെയ്യുമ്പോ. അപ്പൊ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ എന്തൊക്കെ കൊണ്ടുപോകും എന്ന് പറയണത് ഇതിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാറ്. അപ്പൊ എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ, രോഗിയുടെ കൈമാറ്റത്തിന് നമുക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ. ഹെഡിങ് അങ്ങനെയാണെങ്കിലും നമ്മൾ എന്തൊക്കെ വേണം? ലേബൽ ഉണ്ടാവും, വീൽ ചെയർ, സ്ട്രക്ചർ ഉണ്ടാവും, പിന്നെ പേഷ്യൻസിന്റെ സാധനങ്ങൾ ഉണ്ടാവും. പോകുമ്പോ ഉണ്ടാവില്ലേ? പേഷ്യൻസ് മാത്രമാണോ പോണത്? ഇല്ല, പേഷ്യൻസ് ഇങ്ങോട്ട് തിരിച്ചു വരില്ല. നമ്മൾ ഇന്ന് ഈ പേഷ്യൻസ് ഈ വാർഡിലോട്ട് തിരിച്ചു വരില്ല. നമ്മൾ പുതിയ വാർഡിലേക്ക് പേഷ്യൻസ് പോവുകയാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും പേഷ്യൻസ് കൊണ്ടുപോകും. അതിൽ കൂടെ തന്നെ പേഷ്യൻസ് എക്സ്റേ എടുത്തിട്ടുണ്ടാവും, ബ്ലഡ് എടുത്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ കൊണ്ടുപോകും. പിന്നെ കാർഡിയാക് മോണിറ്ററിങ് ഈഫ് റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഷ്യൻസിന്റെ ഹാർട്ട് നോക്കണ ഒരു മെഷീനാണ് മോണിറ്ററിങ്, കാർഡിയാക് മോണിറ്ററിങ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഹൃദയം നിരീക്ഷിക്കുന്ന ഒരു എക്യുപ്മെന്റ്. കാരണം എല്ലാ പേഷ്യന്റിനും പോണോടത്തും ഇത് ഉണ്ടാവണമെന്നില്ല. ഹാർട്ട് സംബന്ധമായ പേഷ്യൻസ് ആണെങ്കിൽ അതിനാവശ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവും കാർഡിയാക് മോണിറ്ററിങ്. ഇടക്കിടക്ക് ഹാർട്ട് റേറ്റ് എത്രയാണ്, ഹാർട്ടിന്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്താ കാർഡിയാക് മോണിറ്ററിങ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതും കൊണ്ടുപോകണം. അപ്പൊ പേഷ്യൻസ് കൊണ്ടുപോണ കാര്യങ്ങളാ പറഞ്ഞത്. വീൽ ചെയർ, സ്ട്രക്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബൽ, അത് പേഷ്യന്റ് പോകുമ്പോ ഉണ്ടാവുക. അതിന്റെ കൂടെ തന്നെ പേഷ്യൻസിന്റെ ബിലോങ്സ്, പേഷ്യൻസ് പോകുമ്പോ പേഷ്യൻസിന്റെ കാര്യങ്ങൾ സാധനങ്ങളും ഉണ്ടാവും. എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ. കാർഡിയാക് മോണിറ്ററിങ് ഈഫ് റിക്വയർഡ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഷ്യൻസിന്റെ കാർഡിയാക്കിന്റെ ഹൃദയ നിരീക്ഷണ മെഷീനും കൊണ്ടുപോകാം. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. അതൊന്ന് വായിച്ചേ. ഈ 4 പോയിന്റ് അല്ലല്ലോ, 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും വായിച്ചു നോക്കി. കിട്ടുന്നുണ്ടാ?
ഓക്കെ. ഓക്കെ, അടുത്തത് ഇത് പറയണ്ടല്ല, എക്യുപ്മെന്റ് ഇത് പറയണോ? വേണ്ട മാം. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ട്രാൻസ്ഫർ ടു സെയിം ഫെസിലിറ്റി, അതേ ഹോസ്പിറ്റലിൽ തന്നെ വേറെ യൂണിറ്റിലോട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയണത് ട്രാൻസ്ഫർ ടു എ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി, കൂടുതൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി, നല്ല പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു. അതിന്റെ കാര്യങ്ങൾ അധികമൊന്നുമില്ല, 1 2 3 4 എണ്ണുള്ളൂ. നമ്മൾ പഠിച്ച റിപ്പീറ്റേഷൻ ആയിരിക്കും കൂടുതലും. നമുക്ക് നോക്കാൻ എന്താണ് എങ്ങനെയാണ്. ഒന്നാമത്തെ പറയണത് എന്താ? മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് and has completed the special transfer form. From അല്ല, form അല്ല, special transfer form ആണ്, from അല്ല. This form should consist of the patient's diagnostic care summary, drug regimen, and special care instructions such as diet, physiotherapy. എന്താ പറഞ്ഞേ? പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റുകയാണ്. എന്തിനാ മാറ്റണേ? ഇവിടെ ഫെസിലിറ്റി കുറവാണ്, നല്ല ഫെസിലിറ്റി ഉള്ള നല്ല ഹോസ്പിറ്റലിലോട്ട് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോവുകയാണ്. അപ്പൊ അതിലെന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം? ഉറപ്പായിട്ടും ഷുവറായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ ദ ട്രാൻസ്ഫർ ഓർഡർ. പേഷ്യൻസ് ട്രാൻസ്ഫർ ഓർഡർ തന്നിട്ടുണ്ടോ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന്? പേഷ്യൻസ് അല്ല, പേഷ്യൻസിനെ നോക്കണ ഫിസിഷ്യൻ. പേഷ്യൻസിന് ഏത് ഫിസിഷ്യൻ ആണോ നോക്കണേ, ആ ഫിസിഷ്യന്റെ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. നമുക്ക് പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ ഓർഡർ ഇല്ലാണ്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ഓർഡർ ഇല്ലാണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ എന്ത് വേണം? ഡോക്ടേഴ്സിന്റെ ട്രാൻസ്ഫർ ഓർഡർ വേണം. ഡോക്ടർ തരണം നമുക്ക്. ഈ പേഷ്യന്റിനെ ഏത് ഡോക്ടറാണോ നോക്കണേ ആ ഡോക്ടർ തരണം ട്രാൻസ്ഫർ ഓർഡർ ഇൻ ഹിസ് ചാർട്ട്. അവന്റെ ചാർട്ടിൽ ഉണ്ടായിരിക്കണം, ആ പേഷ്യന്റിന്റെ ചാർട്ടില് ഉണ്ടായിരിക്കണം. ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. എന്താ? ആ അത് മുഴുവൻ കംപ്ലീറ്റ് ആയിരിക്കണം. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം അതെന്താ? എന്താ? നമ്മളെ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണതാണ്, ഡിസ്ചാർജ് ചെയ്യണതല്ല. അപ്പൊ അതിനൊരു സ്പെഷ്യൽ ആയ ഒരു ഫോം ഉണ്ട്. ഇന്ന സമയത്ത് പേഷ്യൻസിനെ ഇവിടെ നിന്ന് ഇന്ന കാരണം കൊണ്ട് പേഷ്യൻസിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതൊരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിൽ വേണം എഴുതാൻ. ആ ഫോമിൽ എന്തെല്ലാം ഉൾപ്പെടും? ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ്, എന്തെല്ലാം ഉൾപ്പെടും? പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, പേഷ്യൻസിന്റെ രോഗനിർണയ കെയർ സമ്മറി. എന്താ? രോഗം നിർണയിച്ചു അതിനെ പരിചരിച്ച ഒരു സമ്മറി വേണം. അതുപോലെ തന്നെ ഡ്രഗ് റെജിമെൻ, ഡ്രഗ് എന്താ? മരുന്ന് വ്യവസ്ഥ. നമ്മൾ ഈ പേഷ്യന്റിന് എന്തെല്ലാം മരുന്ന് കൊടുത്തു, രാവിലെ കൊടുത്തോ ഉച്ചക്ക് കൊടുത്തോ, എന്താണ് ഇപ്പൊ കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഡ്രഗ് റെജിമെൻ അത് വേണം. പിന്നെന്താ? സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ, അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, അങ്ങനെ നീങ്ങാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് സ്പെഷ്യലായിട്ട് കെയർ ചെയ്യാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ടോ അതും. സച്ചാസ് ഏത് വരും? ഡയറ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി. ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഡയറ്റ് ഉള്ളവരോട് നമ്മൾ പറയും. അപ്പൊ ഡയറ്റിന്റെ കാര്യങ്ങൾ. ഫിസിയോതെറാപ്പി ഇങ്ങനെ, ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ഫിസിയോതെറാപ്പി ചെയ്തു, എത്ര ദിവസം ചെയ്തു, എവിടെയാണ് ഫിസിയോതെറാപ്പി ചെയ്തത്, അങ്ങനെ അടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ ഈ ഫോമിൽ വെക്കണം, സ്പെഷ്യൽ ഫോമിൽ ഉണ്ടായിരിക്കണം. അതാണ് സ്പെഷ്യൽ ഫോം. അപ്പൊ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റെജിമെൻ, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. ഓക്കെ. രണ്ടാമത് എന്താ പറയണേ? കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യൻസ് അസസ്മെന്റ്, പ്രോഗ്രസ്, നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ് ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഡോക്ടറെ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടായിരിക്കണം. പേഷ്യന്റിനെ നോക്കണ
ഡോക്ടറുടെ ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടായിരിക്കണം. ആ ഓർഡർ എങ്ങനെയായിരിക്കണം? സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിലായിരിക്കണം. എങ്ങനെയായിരിക്കണം? സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിലായിരിക്കണം. ആ ഫോമിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കണം? അതാണ് നമ്മൾ പറഞ്ഞത്. ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റിച്ച്മെന്റ്, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ വേറൊരു ഫോം വേണം. അതാണ് നഴ്സിംഗ് സമ്മറി. കംപ്ലീറ്റ് ആയിരിക്കണം. നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ആയിരിക്കണം. പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് കംപ്ലീറ്റ് ആയിരിക്കണം? നഴ്സിംഗ് സമ്മറി. നഴ്സുമാർ ഒരു നോട്ട് എഴുതും, TPR ചാർട്ട് ഉൾപ്പെടെ. ഏതാ? ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ. TPR ചാർട്ട് എഴുതുന്നത് ആരാ? നഴ്സുമാര്. TPR ചാർട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഈ 4 കാര്യങ്ങള് മെയിൻ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. TPR എന്ന് പറയുമ്പോൾ 3 ഉള്ളൂ. ആൻഡ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ TPR ചാർട്ടിൽ എഴുതാം. അതൊക്കെ എത്തില്ല പിന്നെ നഴ്സിംഗ് സമ്മറി. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? പേഷ്യൻസ് അസസ്മെന്റ്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? പേഷ്യൻസിന്റെ അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? പേഷ്യൻസിന്റെ ഈ എന്തെങ്കിലും രോഗിയുടെ ചികിത്സ, അതിന്റെ ആ കാര്യങ്ങള് വിലയിരുത്തണ കാര്യങ്ങളൊക്കെ ഇല്ലേ? പേഷ്യൻസിന്റെ കണ്ടീഷൻസ്. അങ്ങനെ ഇങ്ങനെയാണ് പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ എന്താ അവസ്ഥ, പേഷ്യൻസിന് ഇങ്ങനെയാണ് ഇരിക്കണേ, അങ്ങനെ അസസ്മെന്റ്. പിന്നെ പ്രോഗ്രസ്. എന്തെങ്കിലും പുരോഗതി ഉണ്ടാ? പേഷ്യൻസ് വന്നിട്ട് 2 ദിവസമായി, ഇത് കിടന്ന പോലെ തന്നെ കിടക്കുക, ഒരു റിയാക്ഷനും ഇല്ല. അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അതെഴുതാം. പിന്നെന്താ? നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്. നഴ്സിംഗ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ നഴ്സുമാരെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തേക്കണേ, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ആൻഡ് സ്പെഷ്യൽ നേഴ്സ്, സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ. ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. ഇത് കെയറിന്റെ തുടർച്ച നഷ്ടപ്പെടാതിരിക്കാനാണ്. തുടർച്ച ഉറപ്പാക്കണം പേഷ്യന്റിന്, കണ്ടിന്യൂറ്റി കിട്ടണം. അപ്പൊ പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ എന്തൊക്കെ വേണം? എന്തൊക്കെ വേണം? പേഷ്യൻസ് അസസ്മെന്റ്, പ്രോഗ്രസ്, നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ് ആൻഡ് സ്പെഷ്യൽ നേഴ്സ്. ഇതെല്ലാം പ്രത്യേക ആവശ്യങ്ങൾ ഉൾപ്പെടുന്ന നഴ്സിംഗ് സമ്മറി. ഇത്രയും കാര്യങ്ങള് നഴ്സിംഗ് സമ്മറിയിൽ വേണം. അപ്പൊ എന്തൊക്കെ? ഫസ്റ്റ് എന്ത് വേണം? ഡോക്ടർ ഓർഡർ വേണം. അതിനൊരു സ്പെഷ്യൽ ഫോം ഉണ്ട്, അതിലെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? രണ്ടാമത് നഴ്സുമാരുടെ സമ്മറി വേണം, നഴ്സിംഗ് സമ്മറി. അതിൽ വേണ്ട കാര്യങ്ങളാണ് പേഷ്യൻസ് അസസ്മെന്റ്, പ്രോഗ്രസ്, നഴ്സിംഗ് നീഡഡ്, പിന്നെ സ്പെഷ്യൽ നീഡ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. മൂന്നാമത് പറയുന്നതാണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബില്ല്. ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാ ബില്ലും സെറ്റിൽമെന്റ് ചെയ്യണം. ഹോസ്പിറ്റലിലുള്ള എല്ലാ ബില്ലും സെറ്റിൽമെന്റ് ചെയ്യണം. അത് നമുക്കറിയാലോ, നമ്മുടെ മറ്റേതിൽ പറഞ്ഞു. ആ സെറ്റിൽമെന്റ് ചെയ്യാണ്ട് പേഷ്യൻസിന് പോകാൻ പറ്റില്ല, ബില്ലൊക്കെ സെറ്റിൽമെന്റ് ചെയ്യണം. ഇവിടെ ലാസ്റ്റ് പോയിന്റ് എന്താ പറയണേ? retain 1 copy of the transfer from the nursing summary with the patient chart and pass on the other copy receiving facility. എന്താ നമ്മൾ പറഞ്ഞു? ഡോക്ടറെ സ്പെഷ്യൽ ഫോം ഉണ്ട്, നഴ്സുമാരുടെ സമ്മറി ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു കോപ്പി എടുത്തിട്ട് എന്ത് വേണം? ഓരോ കോപ്പി പേഷ്യന്റിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഒരു കോപ്പി, നഴ്സിംഗ് സമ്മറിയുടെ കോപ്പി എടുത്തിട്ട് ചാർട്ടിനൊപ്പം സൂക്ഷിക്കണം. ഏത് ചാർട്ട്? പേഷ്യൻസിന്റെ ഫസ്റ്റ് മുതൽ അഡ്മിഷൻ തുടങ്ങി വന്ന പേഷ്യൻസിന്റെ ഫസ്റ്റ് ചാർട്ട്. ഒരു ബുക്ക് പോലെ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വന്നു, ചെക്ക് ചെയ്തു, ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു, അങ്ങനെയുള്ള ഒരു ഫുൾ ചാർട്ട് അവിടെ ഉണ്ട് പേഷ്യന്റിന്റെ. നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നത് ഫോം വേറെയാണ്, സ്പെഷ്യൽ ഫോം. അതിലാണ് എല്ലാം എഴുതുന്നത്. ഒരു പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുമ്പോ ഡിസ്ചാർജിൽ എന്തെല്ലാം എഴുതും? പേഷ്യന്റിന്റെ കാര്യങ്ങളും ട്രീറ്റ്മെന്റും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ എഴുതും. അതേപോലെ തന്നെ പേഷ്യൻസിന്റെ സ്പെഷ്യൽ ഫോമിൽ നമ്മൾ ഈ പേഷ്യൻസിന്റെ ഫയലിലുള്ള ഡീറ്റെയിൽസ് ഫുൾ എടുത്ത് എഴുതും, ചുരുക്കി ചുരുക്കി എഴുതും. അതിന്റെ ഒരു കോപ്പി, നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പി എടുത്തിട്ട് പേഷ്യൻസിന്റെ ഫയലിൽ വെക്കണം. ഫസ്റ്റ് ഫയലിന്റെ പേഷ്യൻസിന്റെ ഫയലിൽ വെക്കണം. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കാം. ആ ഹോസ്പിറ്റലിൽ അത് സൂക്ഷിച്ചു വെക്കാം. ആൻഡ് പാസ് അതർ കോപ്പി ടു റിസീവിംഗ് ഫെസിലിറ്റി. ബാക്കി ഒരു കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാം? ഏത് ഹോസ്പിറ്റലാണോ ട്രാൻസ്ഫർ ചെയ്യണേ അവർക്ക് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി പറയാം. നമ്മള് പേഷ്യൻസിനെ നമ്മൾ 2 ഫോം എടുക്കും.
പേഷ്യൻസിന് ഓൾറെഡി എന്തുണ്ട്? ആ ഹോസ്പിറ്റലിൽ ഒരു ഫയൽ റെക്കോർഡ് ഉണ്ട്. പേഷ്യൻസ് വന്ന് എൻക്വയറി നടത്തി ഹോസ്പിറ്റലിൽ ഒപിയിൽ ഡോക്ടറെ കണ്ടപ്പോ തുടങ്ങിയ പേഷ്യൻസിന് എന്തുണ്ട്? ഒരു ചാർട്ട് അവിടെ ഉണ്ട്. ആ ചാർട്ട് കൂടാതെ പേഷ്യൻസ് ട്രാൻസ്ഫർ ആകുമ്പോ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ഉണ്ടാവും. അതില് നമ്മൾ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റെജിമെൻ, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ. അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഫോം ഉണ്ടാക്കി. അത് നമ്മൾ സൂക്ഷിച്ച് അവിടെ വെച്ചു. പിന്നെ വീണ്ടും നമ്മൾ അടുത്ത ഒരു ഫോം ഉണ്ടാക്കിയാണ് നഴ്സിംഗ് സമ്മറി. അതില് നഴ്സുമാര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതും എഴുതി. അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ? പേഷ്യന്റിന്റെ അസസ്മെന്റ്, പ്രോഗ്രസ്, നീഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, സ്പെഷ്യൽ നീഡ്സ്. എന്നിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി നമ്മൾ ഒരേ കോപ്പി എടുത്ത്, 2 കോപ്പി എടുത്ത്. ഒരു കോപ്പി എന്ത് ചെയ്തു? അവിടെ ഇരിക്കുന്ന പേഷ്യൻസിന്റെ ഫയൽ റെക്കോർഡ് ഫയലിൽ വെച്ചു. മറ്റേ കോപ്പി പേഷ്യൻസിന് കൊടുത്തു. എന്തിനാ? അവർ ഏത് ഹോസ്പിറ്റലാണോ പോണത് അവിടെ കൊടുക്കാൻ. ഓക്കെ ഓക്കേണോ? ഓക്കേണോ? മനസ്സിലായുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി, വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയാ? എനി ഡൗട്ട്? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. നമുക്ക് പഠിക്കാൻ പറഞ്ഞതെല്ലാം റിപ്പീറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത് അതെല്ലാം റിപ്പീറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. വേറെ പുതിയതായിട്ടൊന്നുമില്ല. ഓക്കെ ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ, ഇനി പറയണ്ടല്ല. ഇനി ഇത്ര മതിയില്ലേ? നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ ബാക്കി. ഇതിലെല്ലാം ഡൗട്ട് ഒന്നുമില്ലല്ലോ. സിമ്പിൾ ആണ്, ഒന്നുമില്ല നമ്മൾ പഠിക്കാൻ. നമ്മള് ഫെസിലിറ്റിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് റിപ്പീറ്റ് വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്താന്നുള്ളത്. നമ്മള് മെയിൻ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനെ സെയിം ഫെസിലിറ്റിയിലോട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ പ്രൊസീജിയർ ഇതിൽ വ്യത്യാസപ്പെട്ടേക്കുന്നത് എന്താ? വേറെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എക്സ്ട്രാ 2 ഫോം വരും. സ്പെഷ്യൽ ഫോം വരും, സ്പെഷ്യൽ കെയർ ഫോമും വരും, ട്രാൻസ്ഫർ ഫോമും. പിന്നെ നഴ്സിംഗ് സമ്മറി ഫോമും വരും. നഴ്സിംഗ് സമ്മറിയുടെ ഒരു കോപ്പി നമ്മൾ അവർക്ക് കൊടുക്കും, ഒരു കോപ്പി നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കും. ഓക്കെ, മനസ്സിലായോ? നഴ്സുമാർക്ക് അത് മാത്രമേ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ബില്ലടക്കണം, മറ്റേതിലുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞേ? ലാസ്റ്റ് പോയിന്റ് കോപ്പി നഴ്സിംഗ് സമ്മറി രോഗിയുടെ ചാർട്ടിനൊപ്പം സൂക്ഷിക്കും. ആ കോപ്പി സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഡൗട്ട്സ് ഇല്ലല്ല, സിമ്പിൾ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മോക്ക് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയണം. ഓക്കെ ക്ലാസ് എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ? Okay, ma'am. Thank you, ma'am. ഓക്കെ, വെൽക്കം. Thank you, ma'am. വെൽക്കം. Thank you, ma'am.